ഹായ് ഫ്രണ്ട്സ്, റെസിപ്പീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് വന്നിട്ടുള്ളത് 80s-ലെയും 90s-ലൊക്കെ കിഡ്സിൻ്റെ ഫേവറേറ്റ് ആയിട്ടുണ്ടായിരുന്ന ഇപ്പം നമ്മുടെ ഒക്കെ ഒരു നൊസ്റ്റാൾജിക് മിഠായി ആയിട്ടുള്ള പല്ലുമലൊട്ടി, കടിച്ചാപ്പറിച്ചി എല്ലാന്നുണ്ടെങ്കിൽ പല്ലുമിഠായി, ആ ഒരു മിഠായിയുടെ റെസിപ്പി ആയിട്ടാണ്. ഇത് നമ്മുടെ ഒരു സബ്സ്ക്രൈബറും കൂടി ആവശ്യപ്പെട്ടിട്ടാട്ടോ ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. വളരെ സിമ്പിളായിട്ട് ആർക്കും തയ്യാറാക്കി എടുക്കാവുന്നതാണ്. നമ്മൾ എന്തായാലും ഇപ്പോൾ ഈ ഒരു 90s-ലെ 80s-ലേക്ക് കിഡ്സിന് ഇത് കാണുമ്പോൾ എന്തായാലും ഒരു നൊസ്റ്റാൾജിക് ഫീൽ ഉണ്ടാവും. അപ്പോൾ എന്തായാലും നമുക്കിത് വീട്ടിൽ ഈസി ആയിട്ട് തയ്യാറാക്കി എടുക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ എന്തായാലും എല്ലാവരും തയ്യാറാക്കി നോക്കിയതിന് ശേഷം ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. അതുപോലെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കൂടെ മറക്കരുത് കേട്ടോ. അപ്പോൾ എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നത് എന്നുള്ളത് നോക്കാം. അപ്പോൾ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നതിന് മുമ്പേ ഫസ്റ്റ് തന്നെ ഇതുപോലെ ഒന്ന് സെറ്റാക്കി വെക്കുന്നത് നല്ല കേട്ടോ. ഒരു വാഴയുടെ ഇല ഉണ്ടെന്നുണ്ടെങ്കിൽ അത് എടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ പ്ലേറ്റോ അങ്ങനെ എന്തെങ്കിലും എടുത്താൽ മതി. സ്റ്റീൽ പ്ലേറ്റ് എന്തായാലും കുഴപ്പമില്ല. പക്ഷേ അതിൻ്റെ താഴ്ഭാഗത്ത് ഓയിലൊന്ന് ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അതിൽ വല്ലാണ്ട് ഇങ്ങനെ ഒട്ടി പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ ഒന്ന് ഫസ്റ്റ് സെറ്റ് ചെയ്ത് ഇതൊരു സൈഡിലോട്ടങ്ങ് മാറ്റി വെക്കാം. ഇനി നമുക്ക് തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഏകദേശം ഒരു 400 ഗ്രാമോളം ശർക്കരയാണ് എടുത്തിട്ടുള്ളത്. ഏകദേശം ഒരു 6 പീസോളം ഉണ്ട് കേട്ടോ. അത് ഞാൻ ഈ ഒരു പാനിലേക്ക് അങ്ങ് വെച്ച് കൊടുക്കുകയാണ്. നമുക്ക് ഇത് നന്നായിട്ടൊന്ന് മെൽറ്റാക്കിയിട്ടാണ് കേട്ടോ എടുക്കേണ്ടത്. അതിലേക്ക് ഒരു 1/4 കപ്പോളം വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുള്ളൂ കേട്ടോ. ആ 1/4 കപ്പോളം തന്നെ മതിയാവും. ഇനി ഫ്ലെയിം അങ്ങ് ഓൺ ചെയ്തിട്ട് ഇനി ആ ശർക്കര നന്നായിട്ടൊന്നങ്ങ് മെൽറ്റായിട്ട് വരട്ടെ കേട്ടോ. അതിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസി ഒക്കെ നമ്മൾ നല്ല പോലെ നോക്കി എടുക്കേണ്ട ആവശ്യമുണ്ട്. ഇനി ശർക്കര നന്നായിട്ടൊന്ന് മെൽറ്റ് ആയിട്ട് വരട്ടെ. ഇടയ്ക്ക് ഇതുപോലെ ഒന്ന് ഇളക്കിയിട്ട് ഒന്ന് കൊടുക്കുക കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോയുടെ തൊട്ട് താഴെ കാണുന്ന ഒരു സബ്സ്ക്രൈബ് ബട്ടണും അതിന് തൊട്ടടുത്ത് തന്നെ ഒരു ബെല്ലൈക്കൻ വരും. അതിൽ ഓൾ എന്നുള്ള ഓപ്ഷനും കൂടി ഒന്ന് സെലക്ട് ചെയ്താൽ മാത്രമേ ഞാൻ ഇതുപോലെ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുള്ളൂ. അതുപോലെ തന്നെ ഫേസ്ബുക്കിലാണെന്നുണ്ടെങ്കിലും ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടെ മറക്കരുത്. ഇപ്പോൾ ശർക്കരയ്ക്ക് ഏകദേശം ഫുള്ളായിട്ട് മെൽറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി വേസ്റ്റൊക്കെ ഉള്ള ശർക്കര എന്നുണ്ടെങ്കിൽ നമ്മൾ ഒന്ന് അരിച്ചിട്ട് എടുക്കണം കേട്ടോ. അത് നല്ല ശർക്കര ആയതുകൊണ്ട് ഇതിൽ വേസ്റ്റും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇതുപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കുകയാണ്. അപ്പോൾ ഇനി നമുക്കൊരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് കുറുക്കിയിട്ട് എടുക്കണം കേട്ടോ. പക്ഷെ അതിൻ്റെ മുമ്പായിട്ട് നമുക്ക് എല്ലാം ഒന്ന് മെൽറ്റായിട്ട് വന്നാൽ അതിലേക്ക് ഒരു 1/4 കപ്പോളം തേങ്ങ ഒന്ന് ചെരുവി എടുത്തിട്ടില്ല കേട്ടോ. അത് ഓപ്ഷണലാണ്, ഒട്ടും നിർബന്ധമില്ല. ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രം ആഡ് ചെയ്ത് കൊടുത്താൽ മതി. 1/4 കപ്പോളാണ് എടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ 2 പിഞ്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ 1 ടീസ്പൂണോളം നെയ്യും കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഉപ്പ് നമ്മൾ ഒരു ഷുഗറൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ നെയ്യ് അതിലിങ്ങനെ ഒട്ടി പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് നെയ്യുമാണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഇനി അതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്ത് കുറച്ച് ടൈം നന്നായിട്ടൊന്ന് ഇത് കുറുക്കിയിട്ട് എടുക്കണം. വല്ലാണ്ടങ്ങ് കട്ടിയാവാനും പാടില്ല, അതുപോലെ തന്നെ ലൂസാവാനും പാടില്ല. അതിൻ്റെ ഒരു പെർഫെക്റ്റ് എങ്ങനെയാണ് അതിൻ്റെ ഒരു തിക്നെസ് എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്ത് അങ്ങനെ കുറുക്കിയിട്ട് എടുത്താൽ മതിയേ. തേങ്ങ ഇട്ട് കൊടുക്കുമ്പോൾ നല്ല കുഞ്ഞതായിട്ട് നമുക്ക് ചെരുവി എടുക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെരുവിയിട്ട് ഇട്ട് കൊടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ മിക്സിയിൽ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തിട്ട് അങ്ങനെ ഇട്ട് കൊടുത്താലും മതി കേട്ടോ. അപ്പോൾ ഇതാ ഏകദേശം ഇങ്ങനെ കുറുകിയിട്ട് വന്നിട്ടുണ്ട്, നല്ല തിക്നെസ് ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ടൈമിൽ നമ്മളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക എങ്ങനെയുണ്ട് എന്നുള്ളത്. അപ്പോൾ നമ്മളൊരു ബൗളിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് അതിലേക്ക് നമുക്ക് ഈ ഒരു ശർക്കരപ്പാനി ഇതുപോലെ അങ്ങ് ഉറ്റിച്ച് കൊടുത്താൽ മതി കേട്ടോ. ഇനി നമ്മൾ കൈ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് അങ്ങ് നോക്കുക അതിന് ഒട്ടിയിട്ട് വരുന്നുണ്ടോ എന്നുള്ളത്. പക്ഷെ കുറഞ്ഞൊരു ലൂസ് ഉണ്ട്, കണ്ടില്ലേ, കുറഞ്ഞൊരു ലൂസ് നമുക്ക് ഉരുട്ടിയിട്ട് എടുക്കാനും ഇങ്ങനെ പറ്റുന്നില്ല. അപ്പോൾ കുറച്ച് ടൈമും കൂടെ നമുക്ക് ഒന്നും കൂടി ആക്കിയതിന് ശേഷം എന്ത് ചെയ്താൽ മതി, ഒന്നും കൂടെ വെള്ളത്തിലൊന്ന് ഒഴിച്ചിട്ട് നോക്കിയാൽ മതി കേട്ടോ. ഇപ്പോൾ ഇതൊന്ന് 2 മിനിറ്റോളം ഒന്നും കൂടെ ഞാൻ കുറുക്കിയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. ഇനി നമുക്കൊന്നുകൂടെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. കുറച്ച് നേരത്തെ ചെയ്തപ്പോൾ തന്നെ നമുക്ക് ഒരു ബൗളിലേക്ക് കുറച്ച് വെള്ളത്തിലേക്ക് ഇതുപോലെ അങ്ങ് ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് കൈ വെച്ചിട്ട് ഒന്നും കൂടെ ഒന്ന് ഇതുപോലെ ഒന്നങ്ങ് ഉരുട്ടി നോക്കിയാൽ മതി കേട്ടോ. കണ്ടില്ലേ, അപ്പോൾ നല്ല കറക്റ്റായിട്ട് തന്നെ വരുന്നുണ്ട്. കണ്ടില്ലേ, അതുപോലെ നല്ല ഉരുട്ടിയിട്ട് എടുക്കാൻ പറ്റുന്നുണ്ട്. വല്ലാണ്ട് ഹാർഡാവാൻ പാടില്ല, എന്നാലോ വല്ലാണ്ട് സോഫ്റ്റ് ആവാനും പാടില്ല കേട്ടോ. ഈ ഒരു രീതിയിലാണ് ഇതാക്കി എടുക്കേണ്ടത്. നമ്മൾ നന്നായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് കേട്ടോ ഇത്. അപ്പോൾ അതുപോലെ ആക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്തിട്ട് നമുക്ക് നേരത്തെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു വാഴ ഇലയിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. ഇനി ഒന്നിങ്ങനെ തണുത്ത് വരട്ടെ കേട്ടോ. വല്ലാണ്ടങ്ങ് തണുക്കാനായിട്ട് നിൽക്കരുത്. അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഉരുട്ടിയിട്ട് എടുക്കാൻ കഴിയില്ല. ഒന്നിങ്ങനെ തണുത്ത് വന്നാൽ നമുക്കിത് ഒന്ന് ഉരുട്ടിയിട്ട് നമ്മൾ ആ ഒരു ഷേപ്പ് ആക്കി എടുക്കണം കേട്ടോ. കുറച്ച് ടൈം ഒന്ന് ഇരിക്കട്ടെ. ഇനി ഒന്ന് തണുത്ത് വന്നാൽ നമ്മൾ എന്ത് ചെയ്യുക, നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള അതിൽ നിന്ന് 1 ടീസ്പൂണോളൊക്കെ 1 ടീസ്പൂണോ അങ്ങനെ എന്തെങ്കിലും എടുത്തിട്ട് ഇതുപോലെ ആക്കി എടുക്കുക കേട്ടോ. എന്നിട്ട് നമ്മൾ ചൂടുകൊണ്ട് നമുക്ക് ചിലപ്പോൾ അത് ഉരുട്ടിയിട്ട് എടുക്കാൻ കഴിയില്ല. അപ്പോൾ ഇതുപോലെ ഒരു സ്പൂൺ വെച്ച് ചെയ്തെടുക്കുകയെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് ഉരുട്ടിയിട്ട് എടുക്കാൻ പറ്റും. കയ്യിൽ ഒട്ടാതിരിക്കാൻ വേണ്ടി വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് നെയ്യ് ഓയിൽ എന്തെങ്കിലും സ്പ്രെഡാക്കി കൊടുക്കുക കേട്ടോ. എന്നിട്ട് പതുക്കെ ഇതുപോലെ അങ്ങനെ ഉരുട്ടിയിട്ട് എടുത്താൽ മതി. അത്യാവശ്യം നല്ല ചൂടുണ്ട്, അപ്പോൾ ഉരുട്ടിയെടുക്കാൻ കുറച്ചൊരു പാടുണ്ടാവും. എന്നാലും പെട്ടെന്ന് ഇതുപോലെ ഒന്നങ്ങ് ഉരുട്ടിയിട്ട് എടുത്താൽ മതി കേട്ടോ.
പതുക്കെ ഇതുപോലെ അങ്ങ് ഉരുട്ടിയിട്ടെടുക്കുക. പെട്ടെന്ന് തന്നെ ആയി കിട്ടും കേട്ടോ. നമ്മൾ ആ ഒരു ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ആ ഒരു ഇത് നല്ല കറക്റ്റായിട്ട് വന്നിട്ടുണ്ടെന്നുള്ളത് നല്ല കറക്റ്റായിട്ട് തന്നെ നമുക്ക് ഉരുട്ടിയെടുക്കാൻ പറ്റും. അപ്പോൾ അതാ ഇതുപോലെ ഞാൻ ഉരുട്ടിയെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അടുത്തതും ഇതുപോലെ തന്നെ അങ്ങ് ചെയ്തെടുക്കുക. ഓരോ ടീസ്പൂണോളം എടുക്കുക. നേരത്തെ ചെയ്തതുപോലെ തന്നെ കൈ വെച്ചിട്ട് അങ്ങ് ഉരുട്ടിയിട്ട് അങ്ങ് എടുത്താൽ മതി കേട്ടോ. പതുക്കെ ഇതുപോലെ അങ്ങനെ ഉരുട്ടിയെടുക്കുക. അങ്ങനെ വല്ലാണ്ട് ഒട്ടി പിടിക്കൊന്നുമില്ല. ആ ഒരു കറക്റ്റ് ലെവലിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല പോലെ തന്നെ ഇതുപോലെ ചെയ്തെടുക്കാൻ പറ്റുക. അപ്പോൾ അത് അടുത്തൊന്നും ഞാൻ ഇതുപോലെ ഉരുട്ടിയിട്ട് അങ്ങ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ബാക്കിയുള്ളതൊക്കെ ഇതുപോലെ തന്നെ അങ്ങ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ അതായാലും ഞാൻ ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലാക്കി എടുക്കാം. പക്ഷേ നമ്മൾ ആ ഒരു പഴയ കാലത്ത് ആ ഒരു ഷേപ്പ് ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് അതുപോലെ ചെയ്തെടുത്തിട്ടില്ല. ഇനി ക്യാൻഡിയൊക്കെ അങ്ങനെ റോൾ ചെയ്തെടുക്കുന്ന ഒരു കവർ ഇതുപോലെ എടുക്കുക കേട്ടോ. എന്നിട്ട് അതിൻ്റെ ഉള്ളിലോട്ട് ഇതുപോലെ അങ്ങ് വെച്ച് കൊടുത്തിട്ട് ഇതുപോലെ രണ്ട് സൈഡും ഒന്ന് അങ്ങ് ഇത് ഇങ്ങനെ ഒന്ന് ചുറ്റിച്ച് കൊടുത്താൽ മതി കേട്ടോ. അങ്ങനെ ചെയ്യുന്നോട്ട് നിർബന്ധമില്ല. പക്ഷേ നമുക്ക് ആ ഒരു ഷേപ്പും അതേപോലെ തന്നെ ആ ഒരു ഫീൽ നെസ്റ്റലിക് ഫീലൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കുകയെന്നുണ്ടെങ്കിൽ നമുക്കത് കറക്റ്റായിട്ട് തന്നെ കിട്ടും. ഇനി ബാക്കിയുള്ളതെല്ലാം ഇതുപോലെ തന്നെ അങ്ങ് ചെയ്തെടുത്താൽ മതിയേ. അപ്പോൾ അതാ എല്ലാം ഞാൻ ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നമ്മുടെ 80s 90s കിഡ്സിൻ്റെ ഫേവറേറ്റ് ആയിട്ടുണ്ടായിരുന്ന കടിച്ചാപ്പർച്ചിയാണ്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം ഫീഡ്ബാക്ക് കൊണ്ട് അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബായ്. താങ്ക് യു. അസ്സലാമു അലൈക്കും.